ഞങ്ങളെല്ലാരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ചെക്കൻ ആരാണ് അടിച്ചത് ആരടിച്ചോട്ടെ, ഓന്റെ പണ്ടം ഞങ്ങൾ പുറത്തു കൊടുക്കും, ആരായിക്കോട്ടെ. ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ പറയണേ, ഉള്ളത് പറയാലോ, ഏതറ്റം വരെ ഇതിന് ഞാൻ പോവും ചെയ്യും. ഈ ചെക്കന്റെ ലൊക്കേഷൻ എനിക്ക് കിട്ടിക്കണോ, ഇപ്പൊ ഓന്റെ വീട്ടിലേക്ക് ഞാൻ പോവാണ്. കൂടി ഞാൻ സോഷ്യൽ മീഡിയയിലും വീഡിയോയിലും എല്ലാം നിർത്തുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം ഇപ്പൊ ഈ കിടന്ന് അമറിയില്ലേ, ഈ അമറുന്ന ആളാണ് ഷാജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അപ്പോൾ ഇയാളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40-45 വയസ്സായി, പക്ഷേ ഇപ്പോഴും ചെറിയ പിള്ളേരെ പോലെ സോഷ്യൽ മീഡിയ റീച്ച് വേണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഓരോരോ ഫേക്കായിട്ടുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷാജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചങ്ങായി ചെറിയ പിള്ളേരുമായിട്ട് ഏറ്റുമുട്ടി, മറ്റേ നമ്മുടെ ഇന്നസെൻ്റ് എന്താണ് കല്യാണരാമൻ്റെ അത് ജയിക്കുന്ന പോലെ, അതായത് പിള്ളേരുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. അതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരവും എന്ത് തൊട്ടിത്തരവും ചെയ്യുന്ന ഒരു തേർഡ് റേറ്റ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് സ്വയം വിളിക്കുന്ന ഒരു ചങ്ങായി. ഈ ചങ്ങായിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം തെറിവിളിയായിട്ട് വരും. അപ്പോൾ പുള്ളീൻ്റെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മാസാണ്, തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തോ വലിയ സംഭവമായി. ഇയാൾക്ക് മെയിനായിട്ട് വേണ്ടത് മാസ്. അതായത് ഇതേപോലെ വഴിയിൽ കൂടെ പോകുന്ന ഏതെങ്കിലും ഒരു ഏണി ഇങ്ങനെ തോട്ടിയിട്ട് പിടിക്കും, എന്നിട്ട് അതിൻ്റെ പുറകെ പോയിട്ട് എയറിലേക്ക് പോകുന്നതാണ് ഈ ചങ്ങേൻ്റെ സ്ഥിരം പരിപാടി. അപ്പോൾ ഈ പുള്ളി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പെട്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുത്തിത്തിരിപ്പ് പരിപാടി. അതായത് നമ്മുടെ അഖിൽ മാരാറ് പാലസ്തീനെക്കുറിച്ച് എന്തോ ഒന്ന് പറഞ്ഞെന്നും പറഞ്ഞിട്ട് അതിനെതിരെ ഒരു ചെക്കൻ വന്നിട്ടൊരു വീഡിയോ ഇട്ടു. അതായത് നിനക്കറിയുമോ എന്നും പറഞ്ഞ് കരഞ്ഞ് തൂറിക്കൊണ്ടൊരു ചങ്ങായി ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ ആ വീഡിയോയ്ക്ക് ശേഷം നിഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള അതേ ചങ്ങായി വേറൊരു വീഡിയോ ആയിട്ട് വന്നു. ആ വീഡിയോയിൽ പറഞ്ഞു, അയ്യോ ആരോ എന്നെയും എൻ്റെ കുടുംബത്തെയും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, എൻ്റെ വണ്ടി തല്ലി തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗായിട്ട് വന്നു. അത് കേട്ട പാട്ടി നമ്മുടെ ഷാജഹാൻ ഇറങ്ങി. അതായത് ആരാടാ ചെക്കനെ അടിക്കാൻ വേണ്ടി വന്നത്, അല്ലെങ്കിൽ ആരാടാ ചെക്കൻ്റെ കാറ് തല്ലിപ്പൊളിച്ചതെന്നും പറഞ്ഞിട്ട് വന്നു. ആ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒടുവിൽ ഒരു വലിയ ട്വിസ്റ്റ് നടന്നു. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പരിപാടികളെല്ലാം ഈ പറയുന്ന ഷാജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള മധ്യവയസ്കനും ഈ പറയുന്ന നിഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരനും ചെറിയ ചെക്കനും എല്ലാവരും കൂടിയുള്ള ഒരു സ്ക്രിപ്റ്റഡ് ഡ്രാമയായിരുന്നു. എങ്ങനെയുണ്ട്? അതായത് നമ്മുടെ നാട്ടിൽ സമാധാനത്തോടുകൂടിയും ശാന്തിയോടുകൂടിയും ജനങ്ങൾ ജീവിക്കുന്നത് കണ്ട് ഹാലിളകിയ അല്ലെങ്കിൽ കണ്ട് കുരു പൊട്ടിയ ഷാജഹാനും ടീമും എന്ത് ചെയ്തു, അതിൻ്റെ ഇടയിലൂടെ കുത്തിത്തിരിപ്പുമായിട്ട് വന്നിട്ട് നമ്മുടെ നാട്ടിൽ അക്രമവാസനയും അല്ലെങ്കിൽ രണ്ട് ചേരി തിരിഞ്ഞിട്ടുള്ള ആക്രമണത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ ഓരോരോ ഉഡായിപ്പായിട്ട് വന്നു. പക്ഷേ ഇവർ ഉദ്ദേശിച്ചതൊന്നുമല്ല. അതായത് ഷാജഹാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചെക്കനെ ആരോ തല്ലിയെന്നും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ടല്ലോ, അപ്പം അത് ആളുകൾ കണ്ട് അതിനെതിരെ പ്രതികരിച്ച്, അല്ലെങ്കിൽ അത് ആരാണ് തല്ലിയതെന്ന് കണ്ടുപിടിച്ച് അയാൾക്കിട്ട് അല്ലെങ്കിൽ അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നതായിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ആളുകളുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വലിയ മാസമായിട്ട് വലിയ ആളായിട്ട് നടക്കാമെന്നാണ് ഷാജഹാൻ എന്ന് പറയുന്ന ഈ ചങ്ങായി വിചാരിച്ചത്. ഈ ചങ്ങായിൻ്റെ ഇതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. തൊപ്പിയായിട്ടുള്ള എന്തെല്ലോ വെറുതെ വള്ളിക്കേസ്, തൊപ്പീനെ തല്ലാൻ വേണ്ടി പോകുന്നു, തൊപ്പീൻ്റെ വീട്ടിൽ പോകുന്നു, എന്തൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മണവാളിനുമായിട്ട് എന്തെല്ലോ ഇഷ്യൂ. അതായത് ഇപ്പം നമ്മുടെ ഗുസ്തിയിലെ ലോക ചാമ്പ്യനായി, വേൾഡ് ചാമ്പ്യനായി, അല്ലെങ്കിൽ ഇന്ത്യൻ ചാമ്പ്യനായി, കേരള ചാമ്പ്യനായി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോട്ട് മണവാളനല്ലേ, ഈ മണവാളനുമായിട്ട് എന്തോ ഇഷ്യൂ ആയി. അപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റി എല്ലാം ഒന്ന് പോസിറ്റീവ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചങ്ങായി പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയതായിരുന്നു. അതായത് നിഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ചെക്കനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവനെ തല്ലിയെന്ന് പറയപ്പെടുന്ന ആളെ പോയി തല്ലിയിട്ട് തിരിച്ചു വന്നിട്ട് ആളുകളുടെ മുമ്പിൽ ഞാൻ അവനെ രക്ഷപ്പെടുത്തി, ഞാൻ അവൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു എന്നുള്ള രീതിയിൽ നാടകം കളിക്കാനായിരുന്നു പരിപാടി. പക്ഷേ 8 നിലയിൽ പൊട്ടിപ്പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആ പൊട്ടലിന് ശേഷം ഇവർ രണ്ടുപേരും മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. അതായത് ഇപ്പം ഈ പൊട്ടിത്തെറിച്ച നമ്മുടെ ഷാജഹാൻ്റെ ഒരു മാപ്പ് വീഡിയോ, ആ മാപ്പ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം പറയാലോ, മനസ്സുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ഹൃദയമുള്ളവൻ ഒരു നിമിഷം എണീറ്റ് നിന്ന് കരഞ്ഞു പോകും. കാരണം ഈ ഷാജഹാനെ നമ്മൾ ഇതേവരെ എവിടെയും കണ്ടിട്ടില്ല. ഷാജഹാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷാജഹാനെ കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ പച്ചത്തറി, വീട്ടിലിരിക്കുന്നവർക്ക് വരെ പച്ചത്തറി വിളിക്കുന്ന ഷാജഹാൻ ഇപ്പോൾ ഒരു മാപ്പുമായി വന്നിരിക്കുകയാണ്.
കിടിലൻ മാപ്പ്, കിടിൽ കാച്ച് മാപ്പ്. അപ്പോൾ ആ മാപ്പിന് മുമ്പ് നമുക്ക് ഈ നിഷാൻ എന്ന് പറഞ്ഞ ചെക്കനെ കൂടെ ഒന്ന് കണ്ട് അവൻ്റെ അഭിനയം കൂടി നിങ്ങളൊന്ന് കണ്ടേ മതിയാവുള്ളൂ. കാരണം ഇവനെ നമുക്ക് കലാഭവനിൽ വിട്ട് മിമിക്രി പഠിപ്പിക്കാം. ഇവൻ ഭാവിയിലെ ജയറാമല്ലേ, കണ്ടോ? കൊണ്ട് പറ്റുന്നില്ല, കാരണം എനിക്ക് എന്റെ ഫാമിലി ആയിട്ടൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എന്റെ വണ്ടി ഏതോ രണ്ടാൾക്കാർ വന്നാണ്ട് ഇന്ന് ക്യാമറ കൊണ്ട് വന്നാണ്ട് അടിച്ചു പൊട്ടിച്ചിട്ടേ എന്റെ ഫാമിലി ഉള്ളത്. ഞാൻ എന്റെ ഉമ്മാന്റെ വീട്ടിൽ പോയിരുന്നു. ആരായിക്കോട്ടെ പൊന്നു മക്കളെ, നിയമത്തിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. എന്ത് പറഞ്ഞാലും മനുഷ്യന്റെ മേത്ത് തൊട്ട് കഴിഞ്ഞാണ്ടല്ലോ എന്ത് വെല്ലുവിളി വിളിച്ചോളി. പക്ഷെ മനുഷ്യന്റെ മേത്ത് തൊട്ടിട്ടുള്ള കളി ഉണ്ടല്ലോ പൊന്നു മക്കളെ, ഒരു ഫാമിലി ഉണ്ടാവുന്ന സമയത്താണ് നിങ്ങൾ ഇത് കളിച്ചിക്കണത്. ആരാണെങ്കിലും ഓനെ ഞാൻ കൊടുന്നിട്ട് ഓന്റെ 32 പല്ലും ഞാൻ കൊഴിച്ചും. ഓന്റെ വീട്ടിക്ക് ഞാൻ ഇപ്പൊ പോവാണ്, എന്ത് ഒലക്കായാലും വേണ്ടില്ല. മോനെ എമ്മാതിരി മാസട കിടിലൻ മാസട. ഓക്കെ, ഇനി നമുക്ക് നേരെ ഈ മാസേട്ടൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഷാജു ഏട്ടൻ്റെ, എനിക്ക് തോന്നുന്നു 40-45 വയസ്സുണ്ട്, പക്ഷേ പിള്ളേർ കളിയാണ് എപ്പോഴും. അപ്പോൾ ഈ ഷാജു ഏട്ടൻ്റെ മാപ്പ് വീഡിയോ ഉണ്ട്, ആ മാപ്പ് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം. നിങ്ങളിപ്പോ എന്റെയും നിഷാന്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തിൽ ചെയ്തൊരു വിഷയമാണ്. ഈ ഒരു സംഭവം ഇത് ഇത്രത്തോളം വിഷയമാവും അല്ലെങ്കിൽ ഇത്രത്തോളം പ്രോബ്ലത്തൊക്കെ പോകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. ഇത് വലിയൊരു തെറ്റായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനിത് ഇപ്പം ഷാജു ഏട്ടൻ എന്തൊരു പാവാണ്, എന്തൊരു നിഷ്കാണ്, നെഞ്ചിലെ നിഷ്കാണ്, ഷാജു ഏട്ടൻ പാവാണ്. ഓഹ് എന്താല്ലേ, അയ്യോ പാവം ഏട്ടാ, എന്ത് പാവാ. ഇത്രയ്ക്കും പഞ്ചപാവമായിട്ടുള്ള ഒരു ഷാജു ഏട്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ഷാജു ഏട്ടൻ ഉണ്ടല്ലോ ഇതുവരെ ഇങ്ങനെ സൗമ്യനായിട്ട്, ഇദ്ദേഹത്തിന് ഇങ്ങനൊരു സൗമ്യത ഉണ്ടെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. എന്തായാലും സൗമ്യഭാവം കൂടി ഷാജുവേട്ടൻ നമ്മളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാജുവേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ മെയിൻ സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ നിഷാനാണ്. ആയിരിക്കാം, അവർ 10-17-18 വയസ്സായിട്ടേ ഉള്ളൂ. എന്നാൽ പിന്നെ ഈ മുതുകളവനായിട്ടുള്ള ഈ 40-45 വയസ്സുള്ള ഈ ചങ്ങായിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? എൻ്റെ പൊന്നടാവേ, ഇങ്ങനത്തെ ഉടായ്പ പരിപാടിയായിട്ട് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് പഞ്ഞിക്കിടുമെന്ന് അവന് നേരിട്ട് പറഞ്ഞൂടെ? അത് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവസാനം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൂടി കൊണ്ടുപോയി ആ ചെക്കൻ്റെ തലയിലോട്ട് ഇടുകയാണ്. സംഭവം ശരിയാണ്, ആ ചെക്കനും ഈ ചങ്ങായും കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരി തേക്കലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ഒരു മാപ്പ് കൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റാണോ നമ്മുടെ ഷാജുവേട്ടൻ ചെയ്തത്, അല്ലെങ്കിൽ ഈ ചങ്ങായി ചെയ്തത് ആണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറയുന്ന അഖിൽമാരാറിനെ ഇവൻ്റെ ഏതെങ്കിലും ഒരു ശിങ്കിടി പോയിട്ട് തല്ലിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അഖിൽമാരാറിൻ്റെ കുടുംബത്തിനെ പോയിട്ട് തല്ലിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഈ മരപ്പാഴിൻ്റെ എല്ലാം വാക്ക് കേട്ടിട്ട് ഏതെങ്കിലും ഒരു പൊട്ടം പോയിട്ട് അവരുടെ വീട്ടുകാരെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ ഇവന്മാർ സമാധാനം പറയുമായിരുന്നോ? അതായത് ഈ ചെക്കനെ ആരോ വന്ന് തല്ലി, അത് അഖിൽമാരാറിൻ്റെ ടീമാണ് എന്നുള്ള രീതിയിലാണ് ഇവർ വളച്ചൊടിച്ച് കൊണ്ടുവന്നത്. എന്തോ ഭാഗ്യത്തിന് ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ച് സെറ്റായതുകൊണ്ട് അഖിൽമാരാറും വീട്ടുകാരും രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചങ്ങായി, ഈ ഇവൻ്റെ എല്ലാം വാക്ക് കേട്ടിട്ട് ഏതെങ്കിലും ഒരു ചങ്ങായി പോയിട്ട് അഖിൽമാരാറിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അഖിൽമാരാറിൻ്റെ ഭാര്യയോ മക്കളോ പോകുന്ന വഴിക്ക് പോയിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഇവന്മാരെല്ലാവരും കൂടി ചേർന്ന് ഫുള്ള് പ്രശ്നമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു. അപ്പോൾ പറയുമ്പോൾ ഇവർ പറയും, ഓ ഇവന് മറ്റേ സോഷ്യൽ മീഡിയ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്യാങ്. എന്തോന്ന് ഗ്യാങ്? 10-45 വയസ്സുള്ള ഇവനെല്ലാം കൂടെ കൂടിയിട്ട് കുറേ പിള്ളേരെയും വിളിച്ച് വരുത്തിയിട്ട് ലൈവ് ചെയ്യുന്നിട്ട് എന്നിട്ട് ഗ്യാങ് പോലും PSG ഗ്യാങ്, മറ്റേ ഗ്യാങ്, മറിച്ച ഗ്യാങ്. ഇവന്മാർ എന്തോന്നറിയില്ല, എന്ത് ഗ്യാങ്ങാ. ആദ്യം ഒരാഴ്ച വന്നിട്ട് ഏതെങ്കിലും വേറെ ടീമിനെ പോയിട്ട് ചീത്ത വിളിക്കും, എന്നിട്ട് അവരൊരു ഗ്യാങ് ഉണ്ടാക്കും. എന്തെന്ന് സോഷ്യൽ മീഡിയ ഗ്യാങ്ങാ? ഓ എൻ്റെ പൊന്നടാവേ, എന്തോന്നൊക്കെ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് അപ്പത്തേക്ക് വരും ഇതേപോലെ 5-8 വീട്ടിൽ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്നവന്മാർ ചേർന്നിട്ട് ഗ്യാങ് ആണ്, അതാണ് ഇതാണ്. എന്നിട്ട് ഈ ഗ്യാങ്ങിൻ്റെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇങ്ങനെയുള്ള ഫേക്ക് നാടകങ്ങളും പരിപാടികളും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു ലൈവിൽ വന്നിട്ട് ഈ ചങ്ങായി ഇങ്ങനെ മൂങ്ങിയിരിക്കുന്ന പോലെ ഇരുന്നിട്ട് കുറച്ച് ഡയലോഗ് പറയുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് പരിപാടി നിർത്തിയേക്കാം. വെറുതെ എന്തിനാണ് ഇതെല്ലാം കണ്ടിട്ട്?
പ്ലാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു, വണ്ടി അടിച്ച് പൊട്ടിക്കണുണ്ട്. അപ്പൊ അത് അഖിൽമാരാറാണെന്ന് ജനങ്ങൾ വിചാരിക്കും, അല്ലെ അഖിൽമാരാറ് എന്തെങ്കിലും കൊട്ടേഷനോ അല്ലെങ്കിൽ ആ ഒരു സംഭവമാണെന്ന് ജനങ്ങൾ വിചാരിച്ചിട്ട് കൂടുതൽ കേസ് എന്ന് പറഞ്ഞാല് ഇത് ഭയങ്കര പ്ലാനഡ് ആണ്. പ്ലാനഡ് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മള് വമ്പ ഹൈപ്പില് നമ്മൾ സെറ്റ് ആവും. വമ്പം പ്ലാനഡ് ആണ്, വമ്പം പ്ലാനഡ് ആണ്. പക്ഷെ സ്ക്രിപ്റ്റ് പൊട്ടിക്കാതെ കൈകാര്യം ചെയ്യണമെങ്കിൽ എനിക്കറിയില്ല, അവിടെ അൻഷിഫ് മുനിക്കലിന്റെ കരങ്ങൾ വേണമെന്ന് അറിയില്ലേ? ജിന്നോട് ഉപദേശം തേടിയോ? എനിക്കൊന്ന് തേടാമായിരുന്നില്ലേ? ഒരിക്കലെങ്കിലും എനിക്ക് ഇന്നോട്, ഞാൻ വിളിച്ചപ്പോ ജിന്നോട് എന്താ പറഞ്ഞ? സത്യം പറ, വല്ലാഹിക്ക് പടച്ച റബ്ബ് നേര് ഇജ്, ഞാൻ സത്യം വെക്ക്, വല്ലാഹിക്ക് ഞാൻ വിളിച്ചപ്പോ ജിന്നോട് എന്താ പറഞ്ഞേ? പറഞ്ഞോ? ഞാൻ എന്നോട് നല്ല ഒരാളോട് ഞാൻ തുറന്ന് പറഞ്ഞിട്ടില്ലേ? ഇനി എന്താ പൊളിഞ്ഞാണ് ഇപ്പൊ തന്നെ ഏറ് വരാൻ തുടങ്ങിയോ? ഒരാളോട് ഇജ് സത്യം പറഞ്ഞിട്ടില്ല. അനക്കോ ഇത് ആർക്കൊക്കെ അറിയാം വിഷയങ്ങള്? ഈ വിഷയങ്ങൾ ആർക്കൊക്കെ അറിയാം? ഈ വിഷയങ്ങള് എനിക്കറിയാം, എന്റെ ക്യാമറമാൻ അറിയാം, എന്റെ എങ്ങനെയുണ്ട്? അഖിൽമാരാറിന്റെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി തന്നെയായിരുന്നു ഉമ്മാരുടെ പരിപാടി. സത്യം പറഞ്ഞാൽ അഖിൽമാരാറിന്റെ ചില കാര്യങ്ങളൊക്കെ നമുക്കും എതിർപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് വെച്ച് ഈ ചങ്ങായിമാരെല്ലാം കൂടി ചേർന്നിട്ട് ആ ചങ്ങായിനെ പോയിട്ട് നാട്ടുകാർ വഞ്ഞിക്കിടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു കേസും പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവന്മാർക്ക് മാസമാകാൻ വേണ്ടിയിട്ട് ഉഡായിപ്പും കള്ളത്തരവും അതും ഇതുമെല്ലാം ചെയ്തിട്ട് എനിക്ക്, എന്നിട്ട് അവൻ്റെ കൈയും കെട്ടിയുള്ള ഇരിപ്പ് കണ്ട. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും എന്തെങ്കിലും ഉഡായിപ്പോയിട്ട്. എന്തായാലും കൊള്ളാം ഷാജഹാൻ. ഈ ഷാജഹാൻ മറ്റേ തൊപ്പി കേസിൽ ആരിലോ വന്ന് റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് ഇവൻ വന്നിട്ട് പച്ചത്തെറിയും പരത്തെറിയും വീട്ടിലിരിക്കുന്നവരെ അച്ഛനെ അമ്മേനെ മുത്തനെ മുത്തച്ഛീനെയും വരെ ചീത്ത വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു സമാധാനം. എന്തായാലും നാട്ടുകാർ പൊക്കിയില്ലായിരുന്നെങ്കിൽ ഇവനിപ്പം അയ്യോ അഖിൽമാരാറിൻ്റെ ടീം തല്ലാൻ വേണ്ടി വന്ന ചെക്കനെ രക്ഷിച്ച ഷാജുവേട്ടൻ എന്നുള്ള ലേബലിൽ ഇങ്ങനെ നടന്നേനെ. ഇതാണ് മോനെ പറയുന്നത്, സത്യത്തിൻ്റെ വായി എത്ര മൂടിക്കെട്ടി വെക്കാൻ വേണ്ടി നോക്കിയാലും ഒരു നാൾ, നമ്മുടെ മറ്റേ ഇതിൽ പറയുന്ന പോലെ, നരസിംഹത്തിൽ പറയുന്ന പോലെ, ഒരു നാൾ എന്തായാലും പുറത്തു വരും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഉഡായിപ്പ് കളിക്കാൻ വേണ്ടി നിൽക്കുമ്പം ഒന്ന് ആലോചിച്ചോ, ഈ നാട്ടുകാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പബ്ലിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോസ് കാണുന്നവരെന്ന് പറയുന്നത് വെറും ഉണ്ണാക്കന്മാരല്ല, വെറും പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം ഷാജഹാനും നിഷാനും അവൻ്റെ ചിങ്കിടികളും ആലോചിച്ചാൽ നല്ലത്. ഓക്കെ, ഇനിയിപ്പോൾ ഏതെങ്കിലും അടുത്ത ഉഡായിപ്പുമായിട്ട് വരുന്നവരെ നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും ഈ ചങ്ങായിമാരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ഒരു ചെറിയൊരു കടുകുമണി വ്യത്യാസത്തിലാണ് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നം എന്താ പറയുക പൊട്ടിപ്പൊളിഞ്ഞു പോയത്.